സോളാർ ടെക്നീഷ്യന്മാർ പലപ്പോഴും സോളാർ പാനലിനെ PV അല്ലെങ്കിൽ PV മോഡ്യൂൾ എന്ന് വിളിക്കുന്നതായി നാം കേട്ടിട്ടുണ്ട്. എന്താണ് സോളാർ പാനലും PV മോഡ്യൂളും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എന്താണ് സോളാർ പാനൽ? സോളാർ പാനലിനെ ലളിതമായി ഒരു സ്റ്റോറേജ് ഇല്ലാത്ത ബാറ്ററി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്തുകൊണ്ട്? ഒരു 6 സെല്ല് ചേർന്നാണ് ഒരു ബാറ്ററി. അതുപോലെ തന്നെ 36 സെല്ലോ 72 സെല്ല് ചേരുന്നതാണ് ഒരു സോളാർ പാനൽ. സോളാർ പാനലിനെ ബാറ്ററി എന്ന് വിളിക്കാമോ? ഇവയ്ക്ക് തമ്മിൽ സമാനതകളുണ്ടോ? രണ്ടും പല സെല്ലുകൾ കൂടിച്ചേർന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രണ്ടിനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. രണ്ടും വോൾട്ടേജും കറണ്ടും തരുന്നു. രണ്ടിനും മറ്റൊരു സ്ഥലത്ത് നിന്ന് ഊർജ്ജം ആവശ്യമാണ്. ഇതുപോലെ അനേക സമാനതകളുള്ളതിനാൽ ഒരു സോളാർ പാനലിനെ നമുക്ക് ബാറ്ററി അല്ലെങ്കിൽ സെല്ലെന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. ഇനി എന്തുകൊണ്ടാണ് PV മോഡ്യൂൾ എന്ന് വിളിക്കുന്നത്? PV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ വോൾട്ടായിക് എന്നാണ്. ഫോട്ടോ വോൾട്ടായിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രതിഭാസമാണ്. ലൈറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്ന പ്രതിഭാസം. ഇവിടെ സോളാർ പാനലിൽ പ്രകാശത്തിൽ നിന്നും ഇലക്ട്രോണുകളെ ഉണ്ടാക്കിയെടുക്കുന്നു. അതുകൊണ്ടാണ് അതിനെ ഫോട്ടോ വോൾട്ടായിക് എന്ന് പറയുന്നത്. ഇനി മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിവിടെ ചിത്രത്തിൽ ഒരു പാനലിൻ്റെ പടം കാണിച്ചിരിക്കുന്നു, മോഡ്യൂളിൻ്റെ പടം കാണിച്ചിരിക്കുന്നു. അവിടെ ആ 8 സെല്ല് ചേർത്ത് വെച്ചിരിക്കുന്നതാണ് ആ മോഡ്യൂൾ എന്ന് പറയുന്നത്. ഇങ്ങനെ പല മോഡ്യൂളുകൾ ചേർത്തിട്ടാണ് ഒരു പാനൽ ഉണ്ടാക്കിയിരിക്കുന്നത്. മുൻകാലങ്ങളിൽ 8 സെല്ലൊക്കെ ചേർത്തിട്ട് ഒരു മോഡ്യൂൾ ഉണ്ടാക്കിയിട്ട് 4-5 മോഡ്യൂൾ ചേർത്ത് ഒരു പാനൽ ഉണ്ടാക്കുന്നു. ഇതിനാണ് ശരിക്കും സോളാർ പാനൽ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് കാര്യങ്ങൾ മാറി, ടെക്നോളജിയൊക്കെ അപ്ഡേറ്റ് ചെയ്തു. ഇപ്പോൾ 36 സെല്ലും 72 സെല്ലും ഒക്കെ ഒറ്റ മോഡ്യൂളിൽ തന്നെ ചെയ്തു വരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളതിനെ ഫോട്ടോ വോൾട്ടായിക് മോഡ്യൂൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ മോഡ്യൂളും സോളാർ പാനലും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കണ്ടു. പല മോഡ്യൂളുകൾ ചേർത്ത് ഒരു സോളാർ പാനലാക്കുന്നത് അതിനെ നമ്മൾ സോളാർ പാനലെന്ന് പറയുന്നു. അല്ലെങ്കിൽ ഒറ്റ ഫ്രെയിമിൽ തീർക്കുന്നതിനെ സോളാർ പാനൽ എന്ന് പറയുന്നു. ഒരൊറ്റ മോഡ്യൂൾ ഉണ്ടെങ്കിൽ നമ്മളതിനെ സാധാരണഗതിയിൽ PV മോഡ്യൂൾ എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത്? അനേകം ആളുകളും ചോദിക്കാറുണ്ട്, എന്താണ് മോഡ്യൂൾ അല്ലെങ്കിൽ PV എന്താണെന്ന്. കാരണം സോളാർ പാനലിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിലൊന്നാണ് അതിൻ്റെ സെല്ലുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി. അത് മനസ്സിലാവുകയാണെങ്കിൽ സോളാർ പാനലിൻ്റെ പ്രവർത്തനത്വം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നത് സോളാർ ടെക് ട്രെയിനിങ് അക്കാദമിയിൽ നിന്നാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള പരിശീലനം കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് പ്രയോജനകരമായ വിവരങ്ങൾ ലഭ്യമാക്കുന്നു. ഇത്രയും സമയം ഈ വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു.